ഓം ശാന്തി. മാനവ ജീവിതം സുന്ദരമായ പുഷ്പത്തിന് സമാനമാണ്. ഈ പുഷ്പം ദിവ്യഗുണങ്ങളാകുന്ന സുഗന്ധം കൊണ്ട് സമ്പന്നമാകുമ്പോൾ മാനവൻ ദേവത്വം കൈവരിക്കുന്നു. ഇതിൽ ആസുരീയ ഗുണങ്ങളാകുന്ന കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നീ ദുർവാസനകൾ നിറയുമ്പോൾ മാനവൻ അസുരനായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തെ സുഖശാന്തി സമ്പന്നമാകാൻ നാം വസ്തുക്കളെയും വ്യക്തികളെയും പദാർത്ഥങ്ങളെയും ആശ്രയിക്കുന്നു. വാസ്തവത്തിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും സാഗരനായ പരംപിതാവായ പരമാത്മാവിൽ നിന്ന് മാത്രമേ ഇവ ലഭിക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയുള്ള വിധിയാണ് രാജയോഗം. യോഗം അർത്ഥം മിലനം അഥവാ കൂടിക്കാഴ്ച, ആത്മാവും പരമാത്മാവും തമ്മിലുള്ള മിലനം. ഇതിനായി ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള സത്യമായ ജ്ഞാനം ആവശ്യമാണ്. ആത്മാവ് അതിസൂക്ഷ്മമായ ചൈതന്യ പ്രകാശ ബിന്ദുവാണ്. അവിനാശിയായ ആത്മാവ് നശ്വരമായ ദേഹത്തിൽ വസിക്കുമ്പോൾ അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നു. ദേഹം ഭൗതിക ഊർജത്തിൻ്റെ അതിസൂക്ഷ്മകണമായ പരമാണുക്കളാൽ നിർമ്മിതമാണ്. പരമാണുക്കൾ അഥവാ ആറ്റംസ് ചേർന്ന് അണു അഥവാ മോളിക്യൂൾ ഉണ്ടാകുന്നു. ഇവയുടെ ചേർച്ചയിലൂടെ മിശ്രിതങ്ങളും കോമ്പൗണ്ട്സ്, മൂലകങ്ങൾ, എലിമെൻറ്റ്സ് ഉണ്ടാകുന്നു. ഇവയുടെ ചേർച്ചയിലൂടെ ജീവകോശങ്ങൾ അഥവാ സെൽസ് ഉണ്ടാകുന്നു. ഇവ ചേർന്ന് കലകൾ, ടിഷ്യൂസ് ഉണ്ടാകുന്നു. അവയുടെ സംയോജനത്താൽ അവയവങ്ങൾ, ഓർഗൻസ് ഉണ്ടാകുന്നു. അവയവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വ്യൂഹങ്ങൾ, സിസ്റ്റംസ് ഉണ്ടാകുന്നു. മനുഷ്യദേഹത്തിൽ ഇത്തരം ഡസനോളം വ്യൂഹങ്ങളുണ്ട്. ശ്വസനേന്ദ്രിയ വ്യൂഹം, റെസ്പിറേറ്ററി സിസ്റ്റം; പചനേന്ദ്രിയ വ്യൂഹം, ഡൈജസ്റ്റീവ് സിസ്റ്റം; സ്നായു നാഡി വ്യൂഹം, നെർവസ് സിസ്റ്റം; അന്തഃസ്രാവ ഗ്രന്ഥി വ്യൂഹം, എൻഡോക്രൈൻ സിസ്റ്റം എന്നിവ ഉദാഹരണങ്ങളാകുന്നു. ഭൗതിക ഊർജത്താൽ നിർമ്മിതമായ ദേഹത്തെ നിയന്ത്രിക്കുന്നത് ആത്മീയ ഊർജങ്ങളാണ്. ആത്മാവ് 7 ആത്മീയ ഊർജങ്ങളാൽ നിർമ്മിതമാണ്. ഇവയെ ആത്മാവിൻ്റെ മൗലിക ഗുണങ്ങളായും ശക്തികളായും വർണ്ണിക്കപ്പെടുന്നു. ഈ ആത്മീയ ഊർജങ്ങൾ പ്രകടമാകുന്നത് മനസ്സിലും ബുദ്ധിയിലും കൂടിയാണ്. സംസ്കാരമാണ് ഇവയുടെ ഉറവിടം. ആത്മീയ ഊർജത്തിൻ്റെ 90% സംസ്കാരത്തിലും അഥവാ സബ് കോൺഷ്യസ് മൈൻഡിലും, ബാക്കി 10% മനസ്സിലും ബുദ്ധിയിലും അതായത് കോൺഷ്യസ് മൈൻഡിലും ഉൾക്കൊള്ളുന്നതായി മനോവൈജ്ഞാനികർ കരുതുന്നു. ആത്മാവിൻ്റെ മൗലിക ഊർജങ്ങളെ വെളുത്ത പ്രകാശത്തിലൂടെ ലഭിക്കുന്ന 7 നിറങ്ങളുമായി ഇങ്ങനെ ബന്ധപ്പെടുത്താം. ഈ സപ്തവർണ്ണങ്ങളെ ഇംഗ്ലീഷിൽ വിബ്ജിയോർ എന്ന് ചുരുക്കി പറയുന്നു. വയലറ്റ് നിറം ആനന്ദത്തിൻ്റെയും, ഇൻഡിഗോ അഥവാ കടും നീല ജ്ഞാനത്തിൻ്റെയും, ബ്ലൂ അഥവാ ഇളം നീല ശാന്തിയുടെയും, ഗ്രീൻ അഥവാ പച്ച സ്നേഹത്തിൻ്റെയും, യെല്ലോ അഥവാ മഞ്ഞ സുഖത്തിൻ്റെയും, ഓറഞ്ച് പവിത്രതയുടെയും, റെഡ് അഥവാ ചുവപ്പ് ശക്തിയുടെയും പ്രതീകമാകുന്നു. ഈ മൗലിക ഗുണങ്ങൾ അഥവാ ആത്മീയ ഊർജങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ കുടികൊള്ളുന്നു. ഇവയ്ക്ക് പുറമെ സംസ്കാരത്തിൽ നമ്മുടെ കർമ്മങ്ങളുടെയും അവയുടെ ഫലങ്ങളുടെയും റെക്കോർഡുണ്ട്. സംസ്കാരത്തിലുള്ള ഈ റെക്കോർഡിൻ്റെ ആധാരത്തിലാണ് മനസ്സിനുള്ളിൽ സങ്കല്പങ്ങൾ ഉദിക്കുന്നത്. ഈ സങ്കല്പങ്ങൾ ശരിയോ തെറ്റോ എന്ന് നിർണയിക്കുന്നത് ബുദ്ധിയാണ്. അതിനുശേഷം സങ്കല്പങ്ങൾ പ്രവൃത്തിയിൽ വരുന്നു. വാസ്തവത്തിൽ നാം ഏവരും നിരന്തരം സങ്കല്പത്തിലൂടെയോ സംസാരത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഈ കർമ്മങ്ങളുടെ ഫലം കർമ്മമാകുന്ന വിത്തിൻ്റെ ഗുണത്തിന് അനുരൂപമായിരിക്കും. എനിക്ക് സുഖം അനുഭവിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ സുഖം തരുന്ന സങ്കല്പങ്ങൾ ഉണ്ടാകണം. ആത്മാവ് ദേഹത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ അതിനെ ദേഹിയെന്നും ദേഹത്തിന് പുറത്താകുമ്പോൾ വിദേഹിയെന്നും പറയാം. ദേഹിയുടെ സൂക്ഷ്മശക്തികളായ മനസ്സും ബുദ്ധിയും ഭൗതിക ദേഹത്തിലെ 100 ട്രില്യൺ, അതായത് 10 മുകളിൽ 20 പൂജ്യം ചേർത്താലുണ്ടാകുന്ന സംഖ്യ ജീവകോശങ്ങളിലും ആത്മീയ ഊർജം എത്തിക്കുന്നതിനാലാണ് ആത്മാവിന് ഭൗതിക ഊർജ കണങ്ങളായ പരമാണുക്കളാൽ നിർമ്മിതമായ ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആത്മീയ ഊർജം നെർവസ് സിസ്റ്റത്തിലൂടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലൂടെയുമാണ് ഈ ജീവകോശങ്ങൾക്ക് ലഭിക്കുന്നത്. മനസ്സ് ഓരോ സങ്കല്പങ്ങളെയും ചിത്രീകരിക്കുന്ന ഒരു TV സ്ക്രീനാണെന്ന് പറയാം. ബുദ്ധിയിലൂടെ നാം രചിക്കുന്ന മനഃചിത്രങ്ങൾ ഈ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നു. അതോടൊപ്പം ഈ ചിത്രങ്ങളുടെ, അതായത് വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ പരിതസ്ഥിതികളുടെയോ ഗുണങ്ങളും മനസ്സിൽ അനുഭവപ്പെടുന്നു. സൂര്യനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചൂടും വെളിച്ചവും അനുഭവപ്പെടുന്നത് ഇതിന് ഉദാഹരണമാണ്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഈ സഹപ്രവർത്തനം നാം രാജയോഗ അഭ്യാസത്തിനായി ഉപയോഗിക്കുന്നു. പരമാത്മാവിൻ്റെയും ആത്മാവിൻ്റെയും സ്വരൂപം അതിസൂക്ഷ്മ പ്രകാശ ബിന്ദുവാണ്. രണ്ടിൻ്റെയും 7 മൗലിക ഗുണങ്ങളും ഒന്നുതന്നെ. രണ്ടിൻ്റെയും വാസസ്ഥാനം പരംധാമം അഥവാ ബ്രഹ്മലോകം തന്നെയാണ്. ആത്മാവിൻ്റെ മൗലിക ഗുണങ്ങൾക്ക് പരിധിയുണ്ട്. എന്നാൽ പരമാത്മാവിൻ്റെ ഗുണങ്ങൾ അനന്തമാണ്. അതിനാലാണ് പരമാത്മാവിനെ സൂര്യനോട് ഉപമിക്കുന്നത്. ആത്മാക്കൾ സൃഷ്ടിനാടകത്തിൽ അഭിനയിക്കാൻ പുനർജന്മം എടുക്കുന്നു. പക്ഷേ പരമാത്മാവ് ഒരിക്കലും ഗർഭത്തിലൂടെ ജന്മം എടുക്കുന്നില്ല. സൃഷ്ടിയിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ പരമാത്മാവ് ഒരു വൃദ്ധ ശരീരത്തിൽ അവതരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുന്നു. പരമാത്മാവിൻ്റെ ഈ സൽക്കർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ് ശിവൻ എന്ന നാമം. ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം ചെയ്യുന്നവൻ. ശിവ പരമാത്മാവ് എല്ലാ ആത്മാക്കളുടെയും പരമപിതാവായതിനാൽ നാം അതിസ്നേഹപുരസ്സരം ശിവബാബ എന്ന് വിളിക്കുന്നു. രാജയോഗ ധ്യാനം സാകാര ലോകത്തിൽ നിന്ന് ബ്രഹ്മലോകത്തിലേക്കുള്ള ഒരു നീണ്ട യാത്രയാണ്. ഈ നീണ്ട യാത്രയിൽ ആത്മാവിൻ്റെ സൂക്ഷ്മശക്തികളായ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ആത്മബിന്ദുവിനെ ബ്രഹ്മലോകത്തിൽ സങ്കല്പത്തിലൂടെ ഒരു നിമിഷത്തിനുള്ളിൽ എത്തിക്കുന്നു. മനക്കണ്ണ് അഥവാ 3-ാം നേത്രം നമ്മുടെ ദിവ്യബുദ്ധി തന്നെയാണ്. ബുദ്ധി നിർമ്മിക്കുന്ന മനഃചിത്രം നാം മനസ്സാകുന്ന സ്ക്രീനിലൂടെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ബുദ്ധിയുടെ ഏകാഗ്രതയും മനസ്സിൻ്റെ സ്നേഹഭാവനയും ഒരേ സമയം പരംപിതാവായ ശിവ് ബാബയിൽ കേന്ദ്രീകരിക്കുക തന്നെയാണ് രാജയോഗ ധ്യാനം. ഈ ധ്യാനത്തിലൂടെ നാം പരമാത്മാവിൻ്റെ ദിവ്യഗുണങ്ങളും ശക്തികളും ആത്മാവിൽ നിറയ്ക്കുന്നു. ശിവബാബയോടുള്ള സർവസംബന്ധങ്ങളുടെയും സുഖവും മാധുര്യവും അനുഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈശ്വര അനുഭൂതി ചെയ്യുന്നതിന് ആദ്യം ആത്മ അനുഭൂതി ആവശ്യമാണ്. അതിനാൽ ഞാൻ ഒരു ചൈതന്യ പ്രകാശ ബിന്ദു ആത്മാവാണെന്ന ബോധത്തിൽ ആത്മാവിനെ മനക്കണ്ണുകൊണ്ട് കാണുക തന്നെയാണ് രാജയോഗത്തിൻ്റെ ആദ്യത്തെ പടി.